നമസ്കാരം. CAA നിലവിൽ കൊണ്ടുവരുന്നത് മുസ്ലിങ്ങളെ ഒന്നടങ്കം ഭാരതത്തിൽ നിന്നൊഴിപ്പിക്കാനാണ് എന്ന പൊള്ളയായ വസ്തുതാ വിരുദ്ധമായ ന്യായം പ്രസംഗിക്കുന്ന അന്തം കമ്മികൾക്കും മറ്റ് ഇസ്ലാമിക പണ്ഡിതന്മാർക്കും ഞാനിനി പറയാൻ പോകുന്ന വാർത്ത ഒരു തിരിച്ചടിയാവുകയാണ്. കാരണം കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വലിയ പ്രചാരണ ആയുധമെന്നോണമാണ് ഇവർ CAA ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഇതാ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിദ്വേഷ പ്രചരണങ്ങൾക്ക് മറുപടിയായി കേരളത്തിൽ തന്നെ താമസമാക്കിയ മുസ്ലിം വനിതയ്ക്ക് ലഭിച്ച പൗരത്വ സർട്ടിഫിക്കറ്റ് അവർ ഉയർത്തി കാണിക്കുകയാണ്. CAA മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന പ്രചരണങ്ങൾക്കാണ് ഇതോടുകൂടി മങ്ങലേൽക്കുന്നത്. സറീന കുൽസു എന്ന വനിതയ്ക്കാണ് രാജ്യത്ത് CAA നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി പൗരത്വം ലഭിച്ചത്. ഇതോടുകൂടി പ്രതിപക്ഷത്തിന്റെയും മറ്റും തള്ളുകൾ പൊളിയുകയാണ്. ശ്രീലങ്കക്കാരിയായിരുന്ന സറീന കളക്ടർ VR കൃഷ്ണ തേജയിൽ നിന്ന് ബുധനാഴ്ചയാണ് പൗരത്വ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത്. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പൗരയായി തന്റെ വിലപ്പെട്ട വോട്ട് രേഖപ്പെടുത്താമെന്ന സന്തോഷത്തിലാണ് സറീന കുൽസു എന്ന്. ശ്രീലങ്കയിലെ പുത്തളം ജില്ലക്കാരിയായ സറീന 18-ാം വയസ്സിൽ പിതാവിനൊപ്പമാണ് അബുദാബിയിലെത്തിയത്. അകമല ചാലിപ്പറമ്പിൽ അലി മുഹമ്മദുമായി 1990-ലായിരുന്നു വിവാഹം. 2 വർഷത്തിനു ശേഷമാണ് അകമലയിലേക്ക് വന്നത്. 1997-ൽ ആദ്യമായി പൗരത്വത്തിന് അപേക്ഷ നൽകിയെങ്കിലും കിട്ടിയില്ല. ഓരോ വർഷവും പാസ്പോർട്ടും വിസയും പുതുക്കിയാണ് ഇവിടെ തുടർന്നിരുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ കളക്ടറെയും പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റും നേരിൽ കണ്ടതിന് ശേഷമേ പാസ്പോർട്ട് പുതുക്കാൻ സാധിച്ചിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് അങ്ങനെയല്ല, ഓൺലൈൻ വഴി നേരിട്ട് തന്നെ പുതുക്കാനുള്ള സൗകര്യമുണ്ടായി. 2017-ലാണ് രണ്ടാമത് പൗരത്വത്തിനായി അപേക്ഷ നൽകിയത്. കേരളം CAA നിയമത്തെ എതിർക്കുമ്പോഴും കേരളത്തിൽ തന്നെ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച് നമ്മുടെ സറീന കുൽസു താരമായി. പിണറായി വിജയൻ ഈ ഒരു വാർത്ത അറിഞ്ഞു കാണുമോ ആകും. ഇത് ഓരോ ഭാരതീയനും ആഘോഷിക്കേണ്ടതാണ്. ഭാരതത്തിലെ ആർക്കും പൗരത്വം നഷ്ടമാകില്ല എന്ന് അമിത്ഷാ പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ്. ഇന്നെല്ലാ തടസ്സവും മാറി ഒരു ഭാരതീയനായി തന്നെ നമ്മുടെ രാജ്യത്ത് കുൽസുവിന് താമസിക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.